തീർത്ഥാടനത്തിൻ്റെ ഒരു സവിശേഷത ക്ഷണിക്കപ്പെടാതെ എത്തിച്ചേരാൻ നമുക്ക് അർഹമായ സ്ഥലങ്ങളിലൊന്ന് തീർത്ഥാടന കേന്ദ്രമാണ്. സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ എന്നെ ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കാലത്ത് ഒരു ദിവസം ഇവിടെ വരുമായിരുന്നു. സച്ചിദാനന്ദ സ്വാമികൾ എൻ്റെ ആത്മാവിൻ്റെ അയൽക്കാരനാണ്. അത്രയേറെ ആദരവും ബഹുമാനവും എനിക്ക് അദ്ദേഹത്തോടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശാലമായ വായനയും വായിച്ചതിനെക്കുറിച്ച് അഗാധമായ ചിന്തയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വൈജ്ഞാനിക ലോകത്തെയും ആധ്യാത്മിക ലോകത്തെയും പരുവപ്പെടുത്തുന്നതിനും അതിനെ മുന്നോട്ട് നയിക്കുന്നതിനുമുള്ള ആർജവവും അദ്ദേഹത്തിൽ ഒത്തിണങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ഏതാണ്ട് 20 വർഷം മുൻപ് പരിചയപ്പെട്ട അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർത്ഥാടനത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നത് രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും മാത്രമാണ് അശ്വമേധാദി വലിയ യാഗങ്ങൾ നടത്താൻ കഴിയുക. കാരണം അതിന് വലിയ പണച്ചെലവുണ്ട്, വലിയ ആൾശക്തി വേണം. അതൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് ഈ അശ്വമേധ യാഗം നടത്തിയാൽ ലഭ്യമാകാവുന്ന ഫലസിദ്ധി ഉണ്ടാകും തീർത്ഥാടനത്തിലൂടെ എന്നാണ് വ്യാസൻ പറയുന്നത്. ആ ഫലസിദ്ധി ഇവിടുത്തെ ഏറ്റവും സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം നൽകിയതും ഇന്നും അത് ഗംഭീരമായി തുടരുന്നതും. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി മഠം എടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വളരെ പ്രശംസനീയമാണ് എന്നത് ഈ അടുത്ത കാലത്ത് വത്തിക്കാനിൽ പോയി ഗുരുദേവൻ്റെ സന്ദേശങ്ങൾക്ക് പ്രചാരം നൽകിയപ്പോൾ ലോകത്തിന് ബോധ്യമാകുന്നതിന് തുടക്കമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വർഷം ഇന്ത്യയിൽ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച 2 മഹാഋഷികൾ ഒരുമിച്ച് സംഗമിച്ചതിൻ്റെ 100-ാം വർഷമാണ്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും. മഹാത്മാഗാന്ധിയാണ് അക്കാലത്ത് ലോകം മുഴുവൻ പാശ്ചാത്യ ചിന്തയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന കാലത്ത് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് താൻ ഒരു സനാതനധർമ്മിയാണ്. തൻ്റെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മമാണ്. അതുകൊണ്ട് താൻ സനാതന ഹിന്ദുവാണ് എന്ന് പറയാൻ ആർജവം കാണിച്ചത് 20-ാം നൂറ്റാണ്ടിൽ അക്കാലത്ത് ലോകം മുഴുവൻ പാശ്ചാത്യ ചിന്ത അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധി പറഞ്ഞു. ആ സനാതനധർമ്മത്തിൻ്റെ സംശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതാണ് ശ്രീനാരായണ ധർമ്മം എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ശ്രീനാരായണ ഗുരുദേവൻ്റെയും മഹാത്മാഗാന്ധിയുടെയും സംഗമം തീർച്ചയായും ലോകത്ത് അക്കാലത്തുണ്ടായ മഹാസംഭവങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടായാൽ മാത്രം പോരാ, ലോകത്തെ അത് ബോധ്യപ്പെടുത്തുക കൂടി വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ മഠം അതിന് ശ്രമിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇന്ന് ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും സാരാംശം അതിൽ അന്തർലീനമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയം വേണ്ട. ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ചൊല്ലിയ പ്രാർത്ഥന ദൈവദശകം, ഈ ദൈവദശകം ആദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ഇത് വളരെ ലളിതമായൊരു കാര്യമാണ് എന്നാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ വളരെ ഗർവിഷ്ഠനായി, ആദ്യത്തെ പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു ഫിലോസഫി അധ്യാപകന് അല്പം ഗർവ് വരിക സ്വാഭാവികമാണ്.
അങ്ങനെ ഗർവിഷ്ഠനായി നിൽക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ വളരെ അടുത്ത സ്നേഹിതനായ ഒരു കവി പറഞ്ഞു, എടാ നീ എന്നാൽ ആ ദൈവദശകത്തിനൊരു വ്യാഖ്യാനം പോലൊരു സാധനം എഴുതുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആദ്യ പുസ്തകം മാർക്സിസവും അദ്വൈത വേദാന്തവുമാണ്. അത് എഴുതുമ്പോൾ എൻ്റെ പ്രായം 27 വയസ്സാണ്. ഇത് 28 വയസ്സേ ഉള്ളൂ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് ദൈവദശകത്തിന് ഒരു വ്യാഖ്യാനം എഴുതാം എന്ന് അഹങ്കാരത്തോടു കൂടി തീരുമാനിക്കുകയും ഒന്നാമത്തെ സ്റ്റാൻസയ്ക്ക് വ്യാഖ്യാനം എഴുതി വന്നപ്പോൾ 250 ഫുൾ സ്കാപ്പാണെന്ന്. ഈ A4 എന്ന് പറഞ്ഞ സൈസ് തുടങ്ങിയിട്ടില്ല. ഫുൾ സ്കാപ്പ് പേജ് നിറഞ്ഞ്. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഇതിന് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനം എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 2500 ഫുൾ സ്കാപ്പ് പേജ് എഴുതി അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ അത് വായിക്കുന്ന നിങ്ങൾ പറയും, ഇത്ര ലളിതമായി ഗുരു പറഞ്ഞു വച്ചിരിക്കുന്നൊരു കാര്യം ഇത്രയേറെ ഇയാൾ എഴുതിയിട്ടും അത്രയും ലാളിത്യം ഇതിന് കിട്ടിയില്ലല്ലോ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് കീറിക്കളഞ്ഞു. പിന്നെ ഞാൻ ആ ഉദ്യമത്തിന് ഇന്ന് വരെ തുനിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ലളിതമാണ് എന്ന് തോന്നുന്ന ഈ കൃതി പോലെ ഇത്ര ഗഹനമായിട്ടുള്ള വ്യാഖ്യാനത്തിൽ വരുന്തോറും അർത്ഥതലങ്ങൾ വികസിച്ച് ഒരു ചെറിയ ബിന്ദു വികസിച്ച് പ്രപഞ്ചവ്യാപ്തമായി തീരുന്നത് പോലെ നമ്മുടെ മനുഷ്യൻ്റെ അനുഭൂതിയുടെ, അവൻ അനുഭവിക്കുന്ന അനുഭൂതിയുടെ പാരമ്യം സ്വന്തം ജീവിതത്തിൽ തുടങ്ങി ഈ പ്രപഞ്ചത്തെ ആകെ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു അനുഭവ തലത്തിലേക്ക് ഉയരുന്ന അതിനെ ഒരു വ്യാഖ്യാനം എഴുതുക എന്ന് പറഞ്ഞാൽ തുലവും പ്രയാസപ്പെട്ടൊരു കാര്യമാണ് എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് യാതൊന്നും പരാമർശിച്ചില്ല. അദ്വൈത ദീപികയെക്കുറിച്ചാണ് ഞാൻ എഴുതിയത്. അതൊരു അദ്വൈത വേദാന്തം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് കഴിയുന്ന കാര്യമാണ്, മറ്റതങ്ങനെയല്ല. ഇവിടെ നമ്മുടെ സന്യാസിനി അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ, ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇത് അത്ര ലളിതം അല്ല എന്ന് മാത്രവുമല്ല, സാമഗ്രി എന്ന് പറയുന്ന ഒരു പദം കവിതയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാളും ധൈര്യം കാണിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും കവിതയിൽ, നിങ്ങൾ കവിത വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഏതെങ്കിലും കവിതയിൽ സാമഗ്രി എന്നൊരു വാക്ക് ഉപയോഗിച്ചായിട്ട് കാണാൻ പറ്റുമോ? പ്രഥമ ദൃഷ്ടി അൺപോയറ്റിക് എന്ന് തോന്നാവുന്നൊരു സാധനമാണ്. ആ അൺപോയറ്റിക് എന്ന് തോന്നാവുന്ന ഒരു വാക്ക് കവിതയിൽ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, അതല്ലാതെ വേറെ ഒരു വാക്കും അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കവിത വായിച്ച് ശീലമുള്ളവർക്ക് അറിയാൻ കഴിയും. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരു കവി, ശങ്കരാചാര്യർക്ക് ശേഷം കേരളം കണ്ടല്ല ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ കവിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ പോകുമ്പോൾ അതിദുർഘടം എന്ന് തോന്നുന്ന കവിതകൾ, അതിൻ്റെ വൃത്തങ്ങൾ ആയാസരഹിതമായി അദ്ദേഹത്തിന് വഴങ്ങുന്നത് വിസ്മയത്തോടു കൂടി മാത്രമേ കവിത വായിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയൂ. സംസ്കൃതത്തിലെ മത്തേഭം എന്ന് ഞാൻ വേറെ അധികം കണ്ടിട്ടില്ല ആ വൃത്തത്തിൽ എഴുതിയേക്കണത്, ഇല്ലേ? ഒന്നായ മാമതിയിൽ ഞാനതും കേട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ചൊല്ലിയത്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി എന്ന് തുടങ്ങുന്ന ഈ മതയാന കണക്ക് വാക്കുകളും സ്വരങ്ങളും വർണ്ണങ്ങളും ചെതറിപ്പോകാവുന്ന ഒരു വൃത്തത്തെ എത്ര മനോഹരമായിട്ടാണ് അതിനെ നിയന്ത്രിച്ച് അത് നിർത്തിയിരിക്കുന്നത് എന്ന കാര്യം കവിത എഴുതി പരാജയപ്പെട്ട ഒരു പഴയ കവി എന്ന നിലക്ക് എനിക്ക്
അസൂയ തോന്നിയിട്ടുണ്ട്. ഈ കവിതയിൽ വൃത്തം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കവിയുടെ ആന്തരിക അനുഭവത്തിൻ്റെ താളം ഈ വൃത്തത്തിലാണ് അന്തർലീനമായിരിക്കുന്നത്. ആ ആന്തരിക അനുഭവത്തിൻ്റെ താളത്തിലൂടെ മാത്രമേ ഈ കവിത വിരിഞ്ഞു വരികയുള്ളൂ. ആ ആന്തരിക അനുഭവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കവിതകളെ നമുക്ക് പഠിക്കാനും കഴിയില്ല. ഇപ്പോൾ അദ്വൈത ദീപിക എഴുതുമ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം വിയോഗിനിയാണ്. ആ വിയോഗിനി വൃത്തത്തിലേ അത് എഴുതാൻ കഴിയൂ കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം. ആശാൻ ഇതുപോലെ തന്നെയാണ്. കാവ്യ രചനാ കൗശലത്തിൽ അദ്ദേഹത്തിനുള്ള കഴിവ് അപാരം തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വൃത്തം എടുത്ത് എന്നാൽ തനിക്ക് ഇതേ വഴങ്ങൂന്നല്ല. ഇതിൽ എഴുതിയാലേ സീത ആത്മമരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു മഹാകഥാപാത്രത്തിൻ്റെ മരണ വ്യവഹാര ദുഃഖങ്ങൾ ആവിഷ്കരിക്കാൻ ഈ വൃത്തമേ പറ്റൂ എന്ന് ഉത്തമ ബോധ്യം വരുമ്പോൾ എന്നിട്ടാണ് കുമാരനാശാൻ വിയോഗിനിയിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ വിയോഗിനിയുടെ ഏറ്റവും ഗംഭീരമായ രൂപം ചിന്താവിഷ്ടയായ സീതയാണ് എന്നാണ് കവിത വായിച്ചപ്പോഴൊക്കെ, ഇപ്പോഴും വായിക്കുന്ന ഒരാളാണ് കുമാരനാശാൻ, എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ തോന്നൽ മാറിയത് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത ദീപിക വിയോഗിനി വൃത്തത്തിൽ എഴുതിയപ്പോൾ വിയോഗിനി വൃത്തത്തിൻ്റെ പാരമ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്വൈത ദീപിക എന്ന് പറയത്തക്ക വിധത്തിലാണ് അത് നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴതിനെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാള അധ്യാപകർ ഇതിനെ പഠിപ്പിച്ച് അതിനെയൊക്കെ ഒരുമാതിരിയാക്കി. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ 10ാം ക്ലാസ് വരെ മാത്രം മലയാളം പഠിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെ പക്ഷേ 10ാം ക്ലാസ് വരെ മലയാളം പഠിപ്പിച്ച എൻ്റെ മഹാന്മാരായ അധ്യാപകർ എന്നെ ശരിക്കത് പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും മതിയെന്നാണ് അവിടെ വെച്ച് അത്രയും മതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവർ പഠിപ്പിച്ച് തന്ന കാരണം എനിക്കിതറിയാം. ഇപ്പം ഞാൻ കോളേജിൽ ഞാൻ ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. എന്നിട്ട് ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചാൽ അത് അതിനേക്കാൾ കഷ്ടമാണ്. ഈ തും കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് പഠിച്ച ഹിന്ദി. അപ്പോൾ അങ്ങനെ ഇരിക്കെ 1984 ഹിമാലയ യാത്രയ്ക്ക് പോയി. ഞാനും എൻ്റെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ കെ രാമേന്ദ്രൻ നായർ, സച്ചിദാനന്ദ സ്വാമികൾക്ക് അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം എൻ്റെ പ്രൊഫസറായിരുന്നു. പിന്നെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരനും, ഞങ്ങൾ 3 പേരും കൂടിയാണ് യാത്ര. അപ്പോൾ അവർക്ക് 2 പേർക്കും ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ ഹിന്ദിയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ചു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി അറിയാം എന്നുള്ള കാര്യം ഇനി തെളിയിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു. ഡൽഹിയിൽ ചെന്ന് തീവണ്ടി ഇറങ്ങി നേരെ ഒരു ടാക്സിക്കാരനെ വിളിച്ച് അവനോട് ഞാൻ ഈ തും കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് ചേർത്ത ഹിന്ദി പറയുകയും അവന് അത് മനസ്സിലാകാതെ പോവുകയും അവൻ പറഞ്ഞ ഹിന്ദി എനിക്കും മനസ്സിലാകാതിരിക്കുകയും ചെയ്ത് ഒടുവിൽ അവൻ മനസ്സിലിങ്ങനെ പിറുപിറുത്തുകൊണ്ട് സാലാ മദിരാശി എന്ന് പറഞ്ഞപ്പോൾ ഈ സാല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടചിത്തനായി അവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഹിന്ദി. പക്ഷേ മലയാളം ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ, സുധർ മാമിനിയോട് അയോധ്യയിൽ ഗതരായൊരളവ് അന്ന് ഒരന്തിയിൽ അതിചിന്ത വഹിച്ച് സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. ഇങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ചൊല്ലിക്കൊടുക്കുകയല്ല, പറഞ്ഞു കൊടുക്കുകയാണ്. അതോടുകൂടി ആ സീതയുടെ ആ ഇരിപ്പ് കുമാരനാശാൻ അനുഭവിച്ച അതിൻ്റെ ഒരു ആന്തരികമായ അനുഭൂതിയുടെ താളമുണ്ട്. ആ അനുഭൂതിയുടെ താളം അവിടെ അപ്രത്യക്ഷമാവുകയും ആയുർവേദ മരുന്നിൻ്റെ കുറുപ്പടി വായിക്കുന്ന രീതിയിൽ കവിത വായിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം വന്നതോടുകൂടിയാണ് കുമാരനാശാനൊക്കെ നമുക്ക് വേണ്ട എന്ന് പുതിയ കവികൾ പറയുകയും അവർ പുതു കവിത എന്ന നിലയ്ക്ക് എഴുതി തുടങ്ങുകയും ചെയ്യുന്നത്. പഴയ മനുഷ്യനായതുകൊണ്ടാകാം എൻ്റെ കവി ഇപ്പോഴും കുമാരനാശാനൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത.
പക്ഷേ ഒരു കവി എന്ന നിലക്ക്, ഒരു മഹാകവി എന്ന് മഹനീയമായ കാവ്യം എഴുതിയ, മഹത്തായ കാവ്യം എഴുതിയ ആള് ശ്രീനാരായണ ഗുരുദേവനുമാണ്. അതിൽ പറയുന്നത്, ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ, അവിടെ വാക്കുകളൊക്കെ വരുന്നത് ശ്രദ്ധിക്കണം. മഹസ്സിൻ്റെ മഹാസാഗരമാണ്. ആ മഹാസാഗരത്തിൽ 3 വാഴ്വിനെക്കുറിച്ചാണ് പറയുന്നത്. ആണ്ട് വാഴണം, നിത്യം വാഴണം, സുഖം വാഴണം. ലക്ഷ്യമാണ് ഈ പറയുന്നത്. ഈ മഹസ്സാകുന്ന മഹാസാഗരത്തിലേക്ക് ആണ്ട് ഇറങ്ങി, അതിൻ്റെ എങ്ങനെയാണ് ആണ്ടിറങ്ങുന്നത്? അതാണ് ഈ തമിഴിൽ ഗുരുവിന് അതിമനോഹരമായിട്ട് തമിഴ് ഭാഷ അറിയാമായിരുന്നു. അതിൻ്റെ ആ തമിഴിൻ്റെ സ്വാധീനം കൊണ്ടാണ് നാവികൻ നീ ഭവാബ്ദിക്കൊരാവി വൻതോണി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആവി വൻതോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിക്കപ്പൽ എന്നാണ് പലപ്പോഴും ആവിക്കപ്പലല്ല, ജീവൻ്റെ ലക്ഷ്യസ്ഥാനം, ജീവൻ്റെ യാനപാത്രം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ജീവൻ്റെ യാനപാത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആവിർഭവിക്കപ്പെട്ടിരിക്കുന്ന സമസ്ത സൃഷ്ടിജാലങ്ങളുടെയും ലക്ഷ്യസ്ഥാനം എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിൽ ആവിർഭവിക്കപ്പെട്ട് നിലനിൽക്കുന്ന സമസ്ത സൃഷ്ടിജാലങ്ങളുടെയും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ചെല്ലുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ ആവിക്കപ്പലല്ല. ആവിക്കപ്പലെന്ന് പലരും എഴുതി വച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആവിക്കപ്പലല്ല. ശ്രീനാരായണ ഗുരുദേവൻ ഒരു വാക്യം, ഒരു വാക്കുപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ആ വാക്കല്ലാതെ വേറൊരു വാക്ക് അതിന് ഉണ്ടാകില്ല. സൃഷ്ടി, സൃഷ്ടാവ്, സൃഷ്ടിജാലം, സൃഷ്ടിക്കുള്ള സാമഗ്രി, അതുപോലെ തന്നെ മായ, ഈ എല്ലാം ഉൾച്ചേർന്ന് അഭിന്നമായി നിൽക്കുന്ന അനുഭൂതിക്കാണ് ഗുരുദേവൻ സുഖം എന്ന് പറയുന്നത്. ഒരു ചെറിയ 2-3 പാരഗ്രാഫിൽ എഴുതിയ ഒരു ഗദ്യലേഖനത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചത്തിൽ സുഖം അന്വേഷിക്കുന്നു എന്ന്. ആ സുഖം എന്ത് എന്ന് ഗുരുദേവൻ നിർവചിച്ചുറപ്പിച്ചിരിക്കുന്നത് ഈ ദൈവദശകത്തിലാണ്. ആ സുഖമാണ് വരുന്നത്. അതിലാണ് ആണ്ട് വാഴണം, നിത്യം വാഴണം, സുഖം വാഴണം. ഈ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥജാലങ്ങളിലേക്കും വ്യാപരിച്ചുകൊണ്ട്, ഈ പ്രപഞ്ചത്തിൽ മണൽത്തരി മുതൽ താരയൂഥം വരെയുള്ള സമസ്ത പ്രതിഭാസ ഭേദങ്ങളും അഭിന്നമായ ഒരു ഏക സത്തയിൽ അന്തർലീനമാണ് എന്ന ബോധ്യം അനുഭൂതിയായി മാറുമ്പോഴാണ് മനുഷ്യന് എന്ത് വരുന്നത്? ആണ്ട് വാഴാൻ കഴിയുന്നത്. ആണ്ട് വാഴുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും തട്ടിമാറ്റി ഇതിലേക്ക് പോകുന്നതല്ല. എല്ലാത്തിലെയും വ്യാപരിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്തിലേക്ക് സ്ഥിതി ചെയ്യുന്നതിനെയാണ് ആണ്ടുവാഴുക എന്ന് പറയുന്നത്. ഒരു മണൽത്തരിയുടെ കേന്ദ്രസ്ഥാനം ആ മണൽത്തരി തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ കേന്ദ്രസ്ഥാനം അവനവനിൽ തന്നെയാണ്. ആ അവനവനിൽ അന്തർലീനമായിരിക്കുന്ന അഭിന്ന അനുഭവത്തെ, ഈ പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള അഭിന്നമായ അനുഭൂതിയെ, ആ അനുഭൂതി അഭിരമിക്കുന്നവനുണ്ടാകുന്നതാണ് സുഖം. അപ്പോൾ സുഖം വാഴണം എന്നുണ്ടെങ്കിൽ അത് നിത്യമായിരിക്കണം. നിത്യമാകണം എന്നുണ്ടെങ്കിൽ അത് എല്ലാ തലത്തിലും വ്യാപരിച്ചിരിക്കണം. അല്ലാണ്ട് ഒരെണ്ണത്തിൽ മാത്രമല്ല, എനിക്ക് മാത്രം സുഖം, എന്നിൽ മാത്രം, അങ്ങനെയല്ല. ഇതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നില്ലേ, എന്നിൽ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ എന്നെയും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് മാർക്കണ്ഡേയൻ്റെ പ്രളയ ദർശനത്തിൽ കാണാൻ കഴിയുന്നത്. മാർക്കണ്ഡേയൻ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജന്മം ഓർത്ത് എനിക്ക് ദുഃഖം തോന്നിയത് മാർക്കണ്ഡേയൻ്റെ കാര്യം ഓർത്തിട്ടാണ്. കാരണം എല്ലാം നശിച്ചു കഴിഞ്ഞിട്ടും ഈ പ്രളയജലത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ നീന്തി നടക്കുകയാണ്. നീന്തി തളർന്നു കഴിഞ്ഞപ്പോഴാണ് ആലിലയിൽ ശ്രീകൃഷ്ണൻ ഒഴുകി വരുന്നത്. ആ ആലില കണ്ട സമയത്ത് അത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത്,
താൻ അടക്കമുള്ള പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളും ആ ആലിലക്കണ്ണനിൽ അന്തർലീനമായി താനും അതിൽ നീന്തി നടക്കുന്നത് കാണേണ്. നീന്തി നടക്കുന്ന ഒരുവൻ ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടപ്പോൾ അത് മനോഹരമായ 2 വരി മലയാള ഗാനത്തിൽ ഭാസ്കരൻ മാഷ് എഴുതി വച്ചിട്ടുണ്ട്. ഉലകമീരേഴും പ്രളയസാഗര തിരകളാൽ വന്നു വലയുമ്പോൾ അരയാലിൻ കൊച്ച് തളിരാം തോണിയിൽ അരവിന്ദാക്ഷൻ വന്നണയുന്നു. എന്തൊരു മനോഹരം! തൊഴുത് നിൽക്കാനേ പറ്റുള്ളൂ. ഇത് അതും അതിന് രസകരമായൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്ന കാലത്ത് എഴുതിയതാണിത്. അപ്പോൾ ഞാൻ ഒരിക്കൽ മാഷോട് ചോദിച്ച്, ഇതെന്തൊരു കമ്മ്യൂണിസമായിരുന്നു മാഷ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ. ഉലകമീരേഴും പ്രളയസാഗര തിരകളാൽ വന്ന് വലയുമ്പോൾ അരയാലിൻ കൊച്ച് തളിരാം തോണിയിൽ അരവിന്ദാക്ഷൻ വന്നണയുന്നു. ആ അരവിന്ദാക്ഷനെ നോക്കി നിന്നപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ടു എന്നല്ല, പ്രളയജലത്തിൽ താൻ ഒഴുകി നടക്കുന്നതും അതിൽ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം അതിസ്ഥൂലത്തെയും അതിസൂക്ഷ്മത്തെയും അഭിന്നമായി കാണുന്ന അനുഭവം വരുന്നതാണ് ആണ്ടുവാഴുക എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്യാഖ്യാനിച്ച് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ ദുരൂഹമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഗുരുദേവനത് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ലളിതമായി എഴുതി വെക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ ലാളിത്യത്തിൻ്റെ അനുഭവ വഴികളിലൂടെ ഒരുവൻ സഞ്ചരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ദുർഘടമായ മേഖലകളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരും. അതല്ലാതെ അനായാസമായി ശ്വസനക്രിയ പോലെ, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ്റെ എല്ലാ രാഗങ്ങളെയും നിയന്ത്രിച്ച് നിൽക്കുന്ന അയാളുടെ ആധാരശ്രുതി പോലെ ഇത് വഴങ്ങിയ ഒരാൾ എഴുതുന്നതും ഇത് പഠിച്ചു പറയുന്ന ഒരാൾ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുദേവന് ശ്വസനക്രിയ പോലെ അദ്വൈത വേദാന്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, എന്ത് വാഴണം, വാഴണം, അതിനകത്ത് ഇഴുകിച്ചേരണം എന്നല്ല, ഓരോന്നിൻ്റെയും കേന്ദ്രത്തിൽ സ്ഥിതമായിരിക്കുന്നത് ഈ അഭിന്ന ചൈതന്യമാണ്, അഖണ്ഡ ചൈതന്യമാണ് എന്ന ബോധ്യം വരുന്നതിനെയാണ് ആണ്ടുവാഴുക എന്ന് പറയുന്നത്. ഈ മണൽത്തരി അത്ര ചെറിയ സംഗതിയൊന്നും അല്ലട്ടോ. നമ്മളതിനെ ചെറുതായിട്ട് കരുതും. ഒരു ദിവസം ഇങ്ങനെ പോയി അങ്ങ് ചത്തുപോകും. ഇപ്പം ചത്തുപോയി എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയണത്. ഇപ്പം പുതിയ മലയാളം എന്താണെന്നറിയാമോ പ്രകാശാനന്ദ സ്വാമികളെ? ഇപ്പോഴത്തെ പുതിയ മലയാളം മരണപ്പെട്ടു എന്നാണ്. ശിവസ്വരൂപാനന്ദ സ്വാമികൾക്ക് ഇത് കൂടുതൽ അറിയാൻ പറ്റും. കാരണം ആലുവയിലാണ് താമസിച്ചിരുന്ന കുറേ കാലം. ആലുവയിലാണെങ്കിൽ സാഹിത്യകാരന്മാർ ഒരുപാടുണ്ട്. അദ്ദേഹമാണെങ്കിൽ സാഹിത്യകാരന്മാരുമായിട്ട് സൗഹൃദത്തിലുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വരുന്ന സമയത്ത് ഇപ്പം മരിക്കാൻ പറ്റില്ല, മരണപ്പെട്ടെന്നാണ് പറയണത്. എന്തിനാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? പക്ഷേ പൂന്താനം പറഞ്ഞത് എന്താണ്? യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ എന്നാണ്. എന്നാലും പൂന്താനത്തേക്കാൾ മഹാന്മാരല്ല ഇവരെ എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമ്മളും ഒരു ദിവസം ചത്തുപോകും. ചത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി ദഹിപ്പിച്ച് കഴിഞ്ഞാൽ ആ ചാരം ഈ പുഴയിലോ കടലിലോ എവിടെയെങ്കിലും ഒഴുക്കും. ആ ചാരം ഏക്കലായിട്ട് അതിൻ്റെ ഓരത്തടിഞ്ഞുകൂടും. ആ ഏക്കൽ മണ്ണിൽ വിത്ത് വിതയ്ക്കും. ആ വിത്ത് മുളച്ച് പൊന്തി ഉതിർമണികളായി നമുക്ക് തരും. ആ ഉതിർമണികൾ നമ്മൾ പുഴുങ്ങി കുത്തി അരിയാക്കി ആഹാരമായി കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നാം കഴിക്കുന്ന ഒരു തരി വറ്റിൽ നമുക്ക് മുൻപ് ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോയ അനേകം തലമുറകളുടെ വറ്റാത്ത വാത്സല്യമുണ്ട് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ടാണ് അന്നത്തിൻ്റെ മുമ്പിലും നമ്മൾ ആദരവോടുകൂടി നിൽക്കുന്നത്. ഈ അന്നം വൈ ബ്രഹ്മ എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ ഒരർത്ഥതലം കൂടി ഉണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇവരാരായിരുന്നു ഈ മണൽത്തരി?
ഒരു കാലത്ത് ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കാൻ ശ്രമിച്ച മഹാന്മാരായ ചക്രവർത്തിമാർ, വലിയ പണ്ഡിതന്മാർ, മഹാകവികൾ, വലിയ ശാസ്ത്രജ്ഞർ, അങ്ങനെ ആരെല്ലാനുണ്ടോ അവരെല്ലാനാണ് ഒരു തരി മണ്ണായി ഇവിടെ അവശേഷിച്ചിരിക്കുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട്, ഐ ഷാൽ ഷോ ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു പിടി മണ്ണിൽ ഞാൻ ഭയത്തെ കാണിച്ചു തരാം എന്ന് പറയുന്നത് മരണത്തെ കാണിച്ചു തരാമെന്നാണ്. നമ്മൾ പറയുന്നത് ഒരു തരി മണ്ണിൽ നമ്മൾ അമൃതത്തെ കാണിച്ചു കൊടുക്കും എന്നാണ്. ഇതാണ് വ്യത്യാസം. ഒന്ന് ഭയത്തെ കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു അതിൽ അഭയമാണുള്ളത് എന്ന് പറയുന്നു. ഈ ഒരു വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ആ വ്യത്യാസം നമ്മൾ കാണാതിരിക്കരുത് എന്നേ ഞാനിത് പറയുന്നതിനർത്ഥമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആടയാഭരണങ്ങളും അലങ്കാര ചിഹ്നങ്ങളും എല്ലാം മാറിപ്പോകും, എല്ലാം മാഞ്ഞു പോകും. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വാക്കുകൾ എല്ലാവർക്കും. എന്താണത്? ബോഡി അല്ലേ? ബോഡി കൊണ്ടുവന്നാ ഇല്ല, ഇപ്പോൾ വരും, ആൾ പോയിട്ടുണ്ട്. ബോഡി എപ്പോഴാണ് എടുക്കൽ? ബോഡി എവിടെ? ഇവിടെ എനിക്ക് വിശേഷിപ്പിച്ച എല്ലാ വിശേഷണങ്ങളും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അപ്രസക്തമാകുകയാണ്. പിന്നെ ഒറ്റ വാക്കിലാണ് ബോഡി. ബോഡി എവിടെ? 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ നശൂലമായ ഒരു വസ്തു ഇതുപോലെ വേറൊന്നില്ല എന്താനും. കാരണം ചീഞ്ഞു നാറി ആ പ്രദേശം മുഴുവൻ മനുഷ്യന് ജീവിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ ബോഡി എവിടെ? എന്താ ബോഡിയായിട്ട് മാറിയാണ്. പേരും അലങ്കാര ചിഹ്നങ്ങളും എല്ലാം പോയി. ചെങ്കോലും കിരീടവും പദവികളും പ്രശംസകളും ഒക്കെ അപ്രസക്തമായി. മാനുഷ ഗർവമൊക്കെ ഇവിടെ ഒടുങ്ങുന്നു എന്ന് കുമാരനാശാൻ പറഞ്ഞത് ഈ അർത്ഥത്തിൽ കൂടിയാണ്. ആ മാനുഷ ഗർവമൊക്കെ ഒടുങ്ങി ആ കിടപ്പ് കിടക്കുന്ന മനുഷ്യൻ അവൻ്റെ അവക്ഷിപ്തമായിട്ടാണ് ഒരു മണൽത്തരി നിൽക്കുന്നത്. ഇതറിയാവുന്നത് കൊണ്ടാണ് ഭാരതീയ സംസ്കാരം ആ മണൽത്തരിയിൽ നമ്മൾ പാദം വെക്കുമ്പോൾ അമ്മേ ഭൂമിദേവി എനിക്ക് വേറെ കാലുകുത്താൻ ഇടയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ അമ്മയുടെ മാറിൽ എൻ്റെ പാദം സ്പർശിക്കുന്നു, പാദസ്പർശം ക്ഷമിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അതൊരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു തരി മണ്ണ് കാണുമ്പോൾ ആ മണ്ണ് കീഴടക്കുക എന്നുള്ളതല്ല. ആ മണ്ണിനോട് ആദരവ് കാണിച്ചുകൊണ്ട് എൻ്റെ പാദം ഈ ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ആ പാദസ്പർശത്തിന് എന്നോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ച ഒരു മഹാസംസ്കാരത്തെയാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. ആ മഹാസംസ്കാരം ഈ മണൽത്തരിയിലും താരയൂഥത്തിലും അതതിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതമായിരിക്കുന്ന അതതിൻ്റെ ശക്തിവിശേഷത്തെയാണ് സാധൂകരിക്കുന്നത്. ആ ശക്തിവിശേഷമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സമസ്തവും നിത്യമായി നിൽക്കണം. അതാണ് വാഴണം, നിത്യം വാഴണം. നിത്യതയില്ലെങ്കിൽ സുഖമില്ല. കുമാരനാശാൻ പറഞ്ഞില്ലേ? കുമാരനാശാൻ ഇത് അനുഭവമായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ലേ, സുഖങ്ങൾ ഹാ ജാലം, ആരറിവു നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനെ താണുപോവതും. ഒരു ആലോചിച്ച് നോക്ക്, സുഖങ്ങൾ ഹാ വെറും ജാലം. എന്തൊരു വാക്കത്, വെറും ജാലം. ക്ഷണികമായ സുഖങ്ങൾ മാറിപ്പോകുന്നത് കൊണ്ട് എല്ലാ സുഖവും നമുക്ക് ദുഃഖമായി തീരും. സുഖം ദുഃഖമല്ലാതെയായി തീരണമെങ്കിൽ അത് നിത്യമായിരിക്കണം. ആ നിത്യമായ സുഖത്തെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിത്യതയെ തന്നെ നമ്മൾ അനുഭവിച്ചിരിക്കണം. ആ നിത്യതയെ അനുഭവിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമുണ്ട്. ആ ശ്രമം നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാശക്തിവിശേഷം കൂടിയാണ് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ടാണ് എന്തു പറഞ്ഞത്? നിൻ മഹസാമാഴിയിൽ
ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആഴണം, ആണ്ട് വാഴണം, നിത്യം വാഴണം, സുഖം വാഴണം. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് വന്നാലേ സുഖം കിട്ടൂ. ഒന്ന് ആണ്ട് വാണിരിക്കണം, രണ്ട് നിത്യം വാണിരിക്കണം. മാറ്റം ഉണ്ടാകാൻ പാടില്ല. മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം നശിച്ചു, പിന്നെ നമുക്ക് വലിയ പ്രശ്നമുണ്ട്. കാരണം ഒരു കാര്യം ഒരേ സമയത്ത് സുഖവും ദുഃഖവും തന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പ്രശ്നം അടങ്ങിയിട്ടുണ്ട്. ഒരേ സമയത്ത് ഇത് സുഖവും തരും, നമുക്ക് ദുഃഖവും തരും. അങ്ങനെ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായി തരുമ്പോൾ സുഖമേത് ദുഃഖമേത് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ കിട്ടുന്ന സുഖത്തെ സുഖങ്ങൾ വെറും ജാലം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ആ ജാലമായി മാറുന്ന, മായാവിദ്യയായി മാറുന്ന സുഖത്തെയല്ല, നിത്യമായ സുഖം. ആ നിത്യമായ സുഖം തേടിപ്പോകുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന ഏത് ജീവിത വ്യവസ്ഥയെയും ശ്രീനാരായണ ഗുരുദേവൻ മതമായി അംഗീകരിച്ചിരിക്കുന്നു. സർവമതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സങ്കല്പം കൂടിയുണ്ട്. അതിന് സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ സുഖം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളുടെയും അതിൻ്റെ സ്ഥൂല സൂക്ഷ്മ ഭാവ വൈവിധ്യങ്ങളിൽ വിലസുന്ന ഈ പ്രപഞ്ചത്തെ ആകെ അതിൻ്റെ സുഖം, ആ സുഖം കിട്ടുന്നുണ്ടോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ സുഖമില്ല. എനിക്ക് മാത്രമായി സുഖം. നമ്മളെല്ലാം കരുതുന്നത് സുഖം ആർക്ക് വേണമെന്നാണ്. സുഖം എനിക്ക് മാത്രം. ഒരാളോട് ചോദിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാളിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ അത് എന്നെയാണെന്ന് പറഞ്ഞു, എന്നെ തന്നെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാലോ എന്ന് ചോദിച്ചു. ഇപ്പം എന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു അരമണിക്കൂർ ആലോചിച്ചിട്ട് പറഞ്ഞ് അത് കഴിയുന്നില്ല എന്ന് പറഞ്ഞ്. കാരണം എന്നെ സ്നേഹിച്ച് 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 തീരാതെയാണ് ഓരോ മനുഷ്യനും നിരാശനായി ചത്തൊടുങ്ങിപ്പോകുന്നത്. ആ സ്നേഹം എനിക്ക് മാത്രമായിട്ടല്ല, എനിക്കിത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മണൽത്തരിയുടെ സ്നേഹം കൂടി അതിലുണ്ട് എന്ന തിരിച്ചറിവാണ് ഒരു മതത്തെ ഉത്കൃഷ്ടമാക്കുന്നത് എന്നാണ് ഗുരുദേവൻ്റെ മതസങ്കല്പം ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെ ഉത്കൃഷ്ടമാക്കുന്ന എല്ലാ മതങ്ങളുടെയും സാരം ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നല്ല അർത്ഥം. ഏകത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടെങ്കിലും അവിടുത്തെ അർത്ഥം കേവലം എന്നാണ്. കുമാരനാശാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. കേവലത്വം അവൻ ആർന്നിരുന്നു എന്നൊരു കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കേവലമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ അബ്സല്യൂട്ട് എന്ന് പറയും. കേവലമായതിന് ഒരു ഗുണമുള്ളത് എന്താണെന്നറിയാമോ? കേവലമായ എന്തിനേയും അറിയുന്നവർക്ക് പലതായി അറിയുകയും പറയുകയും ചെയ്യാം. ഒന്നിനെ പലതായിട്ട് കാണാൻ പറ്റില്ല. കേവലമായതിന് നമുക്ക് പലതായി അറിയുകയും പറയുകയും ചെയ്യാൻ പറ്റും. ആ പലതായി അറിയുകയും പറയുകയും ചെയ്യുന്ന ആ മതത്തിൻ്റെ സാരം അത് ഏകമാണ്, കേവലമാണ് എന്നാണ്. എല്ലാ മതങ്ങളുടെയും സാരം കേവലമായതുകൊണ്ട് ഏത് മതത്തിലൂടെ പോയാലും നമുക്ക് അനുഭൂതിയിലെത്താൻ കഴിയും. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന്. അതിന് വേറൊരർത്ഥവും കൂടിയുണ്ട്. ഏത് മതത്തിലും മനുഷ്യന് നന്നാകാനുള്ള മാർഗമുണ്ട് എന്നുകൂടി അതിലർത്ഥമുണ്ട്. പക്ഷേ മനുഷ്യൻ നന്നാകില്ല എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരു മതത്തിനും അവനെ രക്ഷപ്പെടുത്താനും സാധ്യമല്ല. അതുകൊണ്ട് ഏത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നാം സങ്കല്പിക്കുന്ന ഏറ്റവും മനോഹരമായ സങ്കല്പം, ഇക്കാലത്ത് ഏറ്റവും പ്രസക്തമായ സങ്കല്പം. കാരണം ഓരോ മതവും അവനവൻ്റെ മതമാണ് ഏറ്റവും ഉത്തമം, ബാക്കിയൊക്കെ മോശം എന്ന് വിധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഗുരുദേവൻ്റെ ഈ സന്ദേശത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ മതങ്ങളും അംഗീകരിക്കേണ്ട ഒരു പൊതു തത്വം എന്താണെന്ന് വെച്ചാൽ പല മതസാരവും ഏകം എന്ന് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മതവൈര്യത്തിന് സ്ഥാനമില്ല, മതസ്പർദ്ധയ്ക്ക് സ്ഥാനമില്ല,
മതത്തിൻ്റെ പേരിലുള്ള ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും സ്ഥാനമില്ല. അപ്പോൾ ശാന്തിയും സമാധാനവും നിറയുന്ന ഒരു മതജീവിതം പ്രപഞ്ചത്തിൽ സാധ്യമാകണമെങ്കിൽ ഗുരുദേവൻ്റെ ഈ സന്ദേശം നാം പ്രചരിപ്പിക്കണം എന്ന് മാത്രമല്ല, അതിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ കണ്ടെത്തുകയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. നന്ദി, നമസ്കാരം.